നേരത്തെ ഇദ്ദേഹം അജിൻ ചോദിച്ചതുപോലെ നമുക്ക് ഒരുപാട് ലാലേട്ടൻ റെഫറൻസുകളുടെ സൗകര്യമുണ്ടല്ലോ ഇതിനകത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ കൊണ്ട് എന്താ മോനെ എന്ന് പറയിപ്പിക്കലോ അല്ലെങ്കിൽ ലൈൻ കട്ട് എന്ന് പറയിപ്പിക്കലോ, ഇതൊക്കെ നമ്മുടെ ഒരു ശൈലിയായി, ഭാഷാശൈലിയായി മാറിയിരുന്നു. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് അത് പറഞ്ഞാൽ, അത് വിസ്മയ മോഹൻലാൽ പറഞ്ഞാൽ വലിയ തിയേറ്റർ മൊമെന്റ് ആണ്. അത് പറയിപ്പിക്കാതിരുന്നിട്ട് വേറെ ഒരു കാര്യം ആലോചിക്കുക. അത് എത്രമാത്രം ടഫായിരുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട പരമ്പരയില്ലല്ലോ. കാരണം നമ്മളൊരു സിനിമയാണല്ലോ ചെയ്യുന്നത്, ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ. ആ ക്യാരക്ടറും അതിന്റെ കൂടെ ഉള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് സിനിമ. ഞാൻ തമാശയ്ക്ക് ഒരു ദിവസം ലൊക്കേഷനുമായ അടുത്ത് പറഞ്ഞു ഇങ്ങനെ തോള് ജെക്സ് നടക്കുമെന്ന് ചോദിച്ചു. വെറുതെ വീഡിയോ എടുക്കാനായിട്ട് അത് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ മായ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏതൊരു ഒരു സീനിൽ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ മോനെ അങ്ങനെന്തോ, ചുമ്മാ തമാശ, പടത്തിലൊന്നുമില്ല. കാരണം നമ്മൾ സിനിമ ഇപ്പോൾ ലാലേട്ടൻ റെഫറൻസുകൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പോലും സിനിമകളിൽ അത് വളരെ ബ്ലണ്ടായിട്ട് പോകുമ്പോഴാണ്, അല്ലാതെ ഒരു ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു ഏരിയ വന്നില്ല. അതൊരു അറിയില്ല. പിന്നെ ഞാൻ മനഃപൂർവ്വം ഒരു സാധനം ചെയ്യാൻ ആലോചിക്കാറില്ല. സിനിമയുടെ എന്താണോ അതിൻ്റെ തിരക്കഥയിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ കൂടെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം.